بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين سيدنا محمد رحمة الله للعالمين وعلى آله وصحبه وأزواجه أمهات المؤمنين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹു തആലയുടെ പ്രീതി കരസ്ഥമാക്കി ഇഹപര വിജയം നേടിയെടുക്കുകയാണ് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. ചെയ്യുന്ന കർമ്മങ്ങള്, പുണ്യങ്ങള് വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുന്നവരുണ്ട്. മൂല്യവത്തായിരിക്കണം. കൂടുതൽ വില നൽകുന്നത്, ഫലമുണ്ടാകുന്നത്, പ്രയോജനമുള്ളത് തെരഞ്ഞെടുത്ത് ചെയ്യാൻ വിശ്വാസിക്ക് കഴിയണം. ഭൗതികമായി നമ്മൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ബിസിനസ്, ഭൗതികമായ ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും നഷ്ടങ്ങൾ വരാത്ത, ലാഭം കൂടുതലുള്ള, വിജയസാധ്യതയുള്ളതാണ് തെരഞ്ഞെടുക്കുക. എങ്കിൽ ഒരു സത്യവിശ്വാസി അള്ളാഹുവുമായുള്ള ബന്ധം, ഡീലിംഗ്, അത് തെരഞ്ഞെടുക്കുമ്പോഴും ഈ ബോധം ഉണരണം. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടിയാൽ പോരാ. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി കിട്ടാൻ ആവശ്യമായ അടയാളങ്ങള്, ലക്ഷണങ്ങള് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ദർസ് പരിശുദ്ധ ദീനിലെ ആത്മാർത്ഥ ബോധമുള്ള പലരും ഗൗനിക്കാത്തൊരു വിഷയമാണ്. അതായത് കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ബാഹ്യ നടപടിക്രമങ്ങൾ. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിലെ പ്രാഥമിക തലം. അത് ഫർളായ കാര്യങ്ങൾ എല്ലാവരും നിലനിർത്തൽ നിർബന്ധമാണ്, അതേത് തലത്തിലുള്ളവരായാലും. ഇതിന് മർത്തബത്തുൽ ഇസ്ലാം എന്ന് പറയും. ഇസ്ലാമിക തലം, ശരീഅത്ത് തലം. ബാഹ്യമായി ശാരീരിക മേഖലയാണ് ഈ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാന കേന്ദ്രം. കൈകൊണ്ട്, മുഖം കൊണ്ട്, നാവുകൊണ്ട്, ശരീരം മൊത്തം ഇബാദത്ത് ചെയ്യുന്ന രീതി അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി കിട്ടിയാൽ മർത്തബത്തുൽ ഇസ്ലാമിലെ ആ അമല് വളരെ വലുതാണ്. ബുദ്ധിമതിയായ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാകണം. മർത്തബത്തുൽ ഇസ്ലാം എന്ന തലം ശാരീരിക തലമാണ്, ശരീഅത്തിന്റെ പരിശുദ്ധമായ വിധാനമാണ്. എന്നാൽ മർത്തബത്തുൽ ഈമാൻ എന്ന ഒരു തലം അദ്ദീനിന്റെ അടിസ്ഥാന ഭാഗമാണ്. മർത്തബത്തുൽ ഇഹ്സാൻ എന്ന പൂർണ്ണതയുടെ ഒരു ഭാഗമുണ്ട്. ഇത് മൂന്നും കൂടെ കൂടുമ്പോഴാണ് മുഖ്ലിസീന ലഹുദ്ദീൻ വലില്ലാഹി ദീനുൽ ഖാലിസ്, പരിശുദ്ധ ദീനിന്റെ സമ്പൂർണ്ണ നടപടിക്രമം രൂപപ്പെടണമെങ്കിൽ മർത്തബത്തുൽ ഇസ്ലാം, മർത്തബത്തുൽ ഈമാൻ, മർത്തബത്തുൽ ഇഹ്സാൻ വേണം. ഇതാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സുപ്രസിദ്ധമായ ഹദീസിലൂടെ ഇമാം ബുഖാരി നിവേദനം ചെയ്തത് നാം എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ വലിയൊരു കാര്യം, അനുഷ്ഠാന ശാരീരിക ബാഹ്യ തലങ്ങളുടെ അമലുകള്, കർമ്മങ്ങള്, പുണ്യങ്ങള് വളരെ ശ്രേഷ്ഠതയുള്ളതാണെങ്കിലും ഈമാനിക തലത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന കൽബിയായ കുറെ പുണ്യങ്ങളുണ്ട്. കൽബുകൊണ്ട് ചെയ്യുന്ന, കൽബുകൊണ്ട് വരുന്ന കുറെ നേട്ടങ്ങൾ, കുറെ നന്മകൾ നമ്മളിൽ എത്ര പേരത് ചിന്തിക്കാറുണ്ട്? ഇസ്ലാമിക വിധാനത്തിൽ മാത്രം ഒരാൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ശാരീരിക ലോകത്തിൽ മാത്രമേ ആരാധനകൾ വരൂ. കുറച്ചുകൂടി ഉയർന്ന് ഈമാനികമായി ഉയർന്ന മഹാത്മാക്കളുമായി സഹവസിക്കുമ്പോഴാണ് ഈമാനിക ഗുണങ്ങൾ, വിശേഷങ്ങൾ നമ്മളിലേക്ക് കടന്നു വരിക. ഒരു ഉദാഹരണത്തിലൂടെ വേഗം പറയാം. ശാരീരികമായ പുണ്യങ്ങൾ ഇസ്ലാമിൽ ഏതെല്ലാം ഉണ്ട് എന്ന് ചിലരോട് ചോദിച്ചാൽ നല്ല പാണ്ഡിത്യമുള്ളവർ പോലും, സാധാരണക്കാരും എണ്ണി എണ്ണി പറയും. നൂറുകണക്കിന് പുണ്യങ്ങൾ എണ്ണി എണ്ണി പറയും. നമ്മൾ
ഇതിൽ ബോധവാന്മാരല്ല എന്ന് തെളിയിക്കാനാണ്. ഈമാനിക തലത്തിലുള്ള കർമ്മങ്ങൾ, ഭാവങ്ങൾ, പുണ്യങ്ങൾ അതൊന്ന് എണ്ണി പറയാൻ പറഞ്ഞാൽ നല്ല ഇരുത്തം വന്നവർക്ക് പോലും 5 or 6 കാര്യങ്ങളെ പറയാൻ കഴിയുന്നുള്ളൂ. ഇത് പലപ്പോഴായി ഒരു അന്വേഷണം പോലെ ചെയ്തിട്ടുള്ളതാണ്. ശരീരത്തിന്റെ ഇസ്ലാമിക തലത്തിലുള്ള ബാഹ്യമായ അനുഷ്ഠാനങ്ങളോ എണ്ണിയാൽ ഒടുങ്ങൂല. ഇസ്ലാമിന്റെ 5 റുക്നുകൾ: നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. പിന്നെ പുണ്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗസന്ദർശനം, മരണവീട്ടിലേക്കുള്ള യാത്ര, അനുശോചനം നടത്തൽ. ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാ, ഭക്തിബോധമുള്ളവരൊക്കെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുക, നാവുകൊണ്ട് ദിക്റുല്ലാഹിയിൽ തുടരുക, നന്മയിലേക്ക് നടക്കുക, പള്ളിയിലേക്ക് കാൽവെപ്പുകൾ ഉണ്ടാവുക, വുളൂ ചെയ്യുക. എത്രയുണ്ട്! നിങ്ങൾക്കൊക്കെ എമ്പാടും പറയാൻ കഴിയുമല്ലേ ഖുർആനിലുള്ള, സുന്നത്തിലുള്ള നിരവധി നന്മകൾ. ഇത് ശാരീരിക ബന്ധിതമാണ്, പുണ്യമാണ്. എന്നാൽ ഈമാനിക തലത്തിലേക്ക് ഒരാൾ ചിന്തിക്കുമ്പോൾ, ആധ്യാത്മികമായി ആലോചിക്കുമ്പോൾ, ഖൽബ് കൊണ്ടുള്ള അമലുകൾ, അവിടെ സത്യത്തിൽ ഖൽബ് കൊണ്ടുള്ള അമലുകൾ എന്ന് പറയുന്നത് അനുയോജ്യമല്ല. അവിടെ ഭാവങ്ങൾ എന്നാണ് പറയേണ്ടത്. മാനസിക തലങ്ങൾ, കൽബിയായ ഭാവങ്ങൾ, അവിടെയാണ് ഉയർച്ച ഉണ്ടാവുക, അവിടെയാണ് വളർച്ച ഉണ്ടാവുക. അതിനുള്ള പരിഹാരം, അതിൻ്റെ വളർച്ചയുടെ തട്ടുകൾ നാം പഠിക്കേണ്ടതല്ലേ? എത്രയാണ് വ്യത്യാസം! ശാരീരിക തലത്തിൽ നിന്ന് നമ്മുടെ പുണ്യങ്ങൾ കൽബിയായ നിലവാരത്തിലേക്ക് എത്തുമ്പോഴേക്ക് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുമാണ്. 2 പേർ ഒരേ സ്ഥലത്ത് വെച്ച് ഒരേ അളവിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നു. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർക്ക് ലഭിക്കുന്ന റിസൾട്ട്, അൽ അജ്ർ, പ്രതിഫലം, മാ ബൈന സമാഇ വൽ അർദ്. 2 ആളുകൾ ഒരേ നിസ്കാരമാണ് നിർവഹിച്ചത്, ഒരേ സ്ഥലത്ത് വെച്ച് ഒരേ അളവിൽ ഒരേ സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിച്ചത്, ഒരേ സമയത്ത്. പക്ഷെ ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യം, നേട്ടം, റിസൾട്ട് ആകാശത്തോളം ഉയർന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാൾക്ക്, കൂട്ടുകാരന് ലഭിക്കുന്നത് ഭൂമിയോളം നിലവാരം താഴ്ന്ന രീതിയിലുമാണ്. ബുദ്ധിയുള്ളവര് ഈ വ്യത്യാസം കണ്ടുപിടിക്കാനും എൻ്റെ അമലുകളൊക്കെ കൽബിയായ ഉന്നത നിലവാരത്തിലുയരാനും ആകാശത്തോളം ഉയർന്ന നിലവാരത്തിലേക്ക് വളരാനും ആഗ്രഹിക്കാതിരിക്കുമോ? ഇവിടെയാണ് അത്തസവ്വുഫ്, ആധ്യാത്മശാസ്ത്രത്തിന്റെ പ്രസക്തി. അർബാബുൽ ഖുലൂബ്, കൽബുകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, വിശുദ്ധരന്മാർ, അവരുമായി സഹവസിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ബോധം തന്നെയുള്ളൂ. ശരീഅത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു, പഠിച്ചു, പ്രസംഗിച്ചു നടക്കുമ്പോഴും ശരീരം കൊണ്ടുള്ള അമലുകൾ പറയൂ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് എണ്ണി പറയൂ. എന്നാൽ അതേ നിലവാരത്തിൽ ഈ ചോദ്യം ചോദിച്ചാലോ, കൽബ് കൊണ്ടുള്ള കുറച്ച് ഭാവങ്ങൾ, പുണ്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മാത്രം, മറ്റെവിടേക്കും പോണ്ട, പറയാൻ ശ്രമിക്കുക. ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 5 or 6 എണ്ണി പറയൂ. ഈമാന്, ഇഖ്ലാസു, ഖുശൂ, കഴിഞ്ഞു. ചില ആളുകൾക്ക് അതും പറയാൻ കഴിയില്ല. ഈ ഈമാനിക വിധാനം തന്നെ അൽ ഈമാനു ബില്ലാഹി ഒരുപോലെയല്ല എല്ലാവർക്കും. അൽ ഈമാനു ബിർ റുസുൽ, അൽ ഈമാനു ബിൽ മലായിക, അൽ ഈമാനു ബിൽ കുത്തുബ്, എല്ലാവർക്കും ഒരേ തലത്തിലുള്ള വിശ്വാസമല്ല. ഈമാനികമായ ഭാവങ്ങളുടെ അളവ് വർദ്ധിക്കും. ഇതിനനുസരിച്ച് നമ്മുടെ അമലുകളുടെ ക്വാളിറ്റി ഇരട്ടിയാണോ, 100 ഇരട്ടിയാണോ, 1000 ഇരട്ടിയാണോ ഉയരുന്നത്? സ്വന്തം ആത്മവിചിന്തനം നടത്തേണ്ട കാര്യം അത്. കൽബിന്റെ സഹായത്തോടെ, സാന്നിധ്യത്തോടെ ചെയ്യുന്ന അമലുകൾ എന്താണെന്ന് തന്നെ നമുക്കറിയില്ല. ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്, ചില പ്രിയപ്പെട്ടവരുമായി ആധ്യാത്മികമായി ബന്ധമുള്ളവരോട് സംസാരിച്ചപ്പോൾ കൽബ് കൊണ്ടുള്ള ഭാവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അത്രയും കൂടുതലൊക്കെ ഉണ്ടോ എന്നാ ചോദിച്ചത്.
ഈ വിനീതം പറഞ്ഞു, നമ്മുടെ ഗുരുനാഥന്റെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് ശരീരം കൊണ്ടുള്ള അമലുകൾ എമ്പാടും എണ്ണി പറയാൻ എല്ലാവർക്കും കഴിയുമെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ച അമാലുൽ ഖുലൂബ്, ഖൽബിന്റെ ഭാവങ്ങൾ ഒരൊറ്റ സംസാരത്തിലൂടെ 10-40 പുണ്യങ്ങൾ, നന്മകൾ, ഖൽബ് കൊണ്ടുള്ള അമലുകളുടെ സാങ്കേതികമായ പ്രയോഗങ്ങൾ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നപ്പോഴാണ് ഇങ്ങനെയൊരു വശം ഉണ്ടല്ലോ, നമുക്ക് 10-ലധികം വലിയ പണ്ഡിതന്മാർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഇന്നത്തെ ഈ സംസാരത്തിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ, വചനങ്ങളുടെ സൂചനയോടെ ഖൽബിന്റെ ഭാവങ്ങളുടെ, അമലുകളുടെ 50 നമ്പറുകൾ എണ്ണി പറയാൻ നമുക്ക് കഴിയും. ഇതെന്തിനാണ് പറയുന്നത്, പഠിക്കുന്നത്? നമ്മുടെ ഖൽബ് ഉണരണം, വളരണം, ചെയ്യുന്ന അമലുകൾ നിലവാരമുള്ള, മൂല്യമുള്ള, ക്വാളിറ്റി ഉള്ളതായി കിട്ടിയാൽ, അല്ലെങ്കിലും നമുക്കറിയാമല്ലോ, ഒറ്റക്ക് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ 27 മടങ്ങാണ് ജമാഅത്തായി നമസ്കരിച്ചാൽ കിട്ടുക. ഭക്തവിശ്വാസികളായ ആളുകൾ ഒറ്റക്ക് ഫർള് നമസ്കരിക്കാതെ ജമാഅത്തിലേക്ക് ഓടുകയാണ്. ഇതെന്തിനാണ്? 27 മടങ്ങ് പ്രതിഫലം കിട്ടാനാണ്. നാട്ടിൽ വെച്ച് ഇബാദത്ത് ചെയ്യുന്നതിന്റെ 1,00,000 മടങ്ങ് പ്രതിഫലം കിട്ടുമെന്ന് പഠിച്ചതുകൊണ്ട് പരിശുദ്ധ ഹറമിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയാണ് 1,00,000 കിട്ടാൻ. എന്നാൽ മസ്ജിദുൽ ഹറാമിലേക്കോ മദീനയിലേക്കോ ഒന്നും പോകാതെ നമ്മുടെ ജീവിതം ഏത് രാജ്യത്താണോ അവിടെ വെച്ച് തന്നെ അമലുകൾക്ക് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഖൽബിയായ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, മാനസികമായ ആരാധനകൾ, ഖൽബുകൊണ്ട് ചെയ്യാവുന്ന നേട്ടങ്ങൾ, അത് നമുക്കിന്ന് ഒന്ന് എണ്ണി പറയാം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ശാരീരിക രോഗങ്ങൾ അത് ബാഹ്യമായ രോഗങ്ങളാണ്. എന്നാൽ ആന്തരികമായ രോഗങ്ങൾ, കഷ്ടതകൾ, ഏതാണ് വലുത്, ഏതാണ് അപകടം? അല്ലാഹു തആല രണ്ടിൽ നിന്നും നമുക്ക് മുക്തി നൽകട്ടെ. പനി, ജലദോഷം, തുമ്മല്, വ്രണങ്ങള്, മുറിവുകള്, ചൊറി, ഇതുപോലുള്ള ചിലതൊക്കെ ശാരീരികമായ സംവിധാനങ്ങളാണ്, രോഗങ്ങളാണ്. അതുകൊണ്ട് വിപത്തുകൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല എല്ലാറ്റിൽ നിന്നും നമുക്ക് മുക്തി തരട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുക. എന്നാലും ശാരീരിക രോഗങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ, വ്രണങ്ങൾ, അത് ആന്തരികമായ രോഗങ്ങളെ അപേക്ഷിച്ച് എന്തുമാത്രം ഗൗരവമുള്ളതാണ്. 10 ഇരട്ടിയാണോ ഗൗരവം? 100 ഇരട്ടിയാണോ ഗൗരവം? ശരീരത്തിന് ചൊറിയും മാന്തലുമായി നടന്നാൽ സഹിക്കാം, രോഗലക്ഷണമാണ് പനി. എന്നാലും ബാഹ്യമായ പനി, ബാഹ്യമായൊരു ജലദോഷം, അതുപോലെയാണോ ആന്തരിക രോഗങ്ങൾ? ആന്തരിക അവയവങ്ങൾ ആരോഗ്യ സമ്പുഷ്ടമായിരുന്നില്ലെങ്കിൽ ജീവിതം തന്നെ അപകടത്തിലാണ്. ക്യാൻസർ, അത് ശാരീരികമായി പ്രത്യക്ഷത്തിൽ ചില അടയാളങ്ങളൊക്കെ ചിലർക്കുണ്ടാകുമെങ്കിലും ആന്തരിക അവയവങ്ങളെയാണ് കൂടുതലും ബാധിക്കുക. അതോടുകൂടി ദിവസം എണ്ണിക്കഴിഞ്ഞു. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഓരോന്നും എണ്ണി പറയാൻ കഴിയും. ശ്വാസകോശത്തിന്റെ അവസ്ഥ, നമ്മുടെ കിഡ്നിയുടെ അവസ്ഥ, നമ്മുടെ ആമാശയത്തിന്റെ അവസ്ഥ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ. ആന്തരികമായി എവിടെയെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ മനുഷ്യൻ അതോടുകൂടി കിടന്നു. അറ്റാക്ക് പേടിക്കണം, സ്ട്രോക്ക് പേടിക്കണം. ആന്തരികമായി ഏതെങ്കിലും ഒരു അവയവത്തെ കഠിനമായ എന്തെങ്കിലും ഒരു അപകടം പിടികൂടിയാൽ കഴിഞ്ഞു, ആരോഗ്യത്തിന്റെ അവസ്ഥ കഴിഞ്ഞു. ഈ ഒരു ഉദാഹരണം പറയുന്നത് ഇസ്ലാമികമായി ഭക്തിബോധമുള്ളവർ ആലോചിക്കുക. ശാരീരികമായ ആരോഗ്യമാണ് ശരീഅത്തിന്റെ ബാഹ്യതലത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നാം ഈ ഉദാഹരണത്തിലൂടെ പറയുന്നത്. എന്നാൽ ഖൽബിയായ ഗുണങ്ങൾ, വിശേഷങ്ങളാണ് ഈ ഉദാഹരണത്തിലൂടെ ആന്തരികമായ രോഗങ്ങളോട് ഉദാഹരിക്കുന്നത്. അപ്പോൾ ഖൽബിയായ ആരോഗ്യം ആന്തരിക അവയവങ്ങളുടെ സ്ട്രെങ്ത് ആണ്, സ്ട്രോങ് ആണ്. നമ്മളൊക്കെ
മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ആന്തരിക അവയവങ്ങളുടെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് വരുമ്പോൾ ഹാർട്ട് ഓക്കെ, കിഡ്നി ഓക്കെ, തലച്ചോറ് ഓക്കെ, ആന്തരിക അവയവങ്ങളൊക്കെ വളരെ സ്ട്രെങ്താണ്, വളരെയേറെ ആരോഗ്യപരമാണ് എന്ന് അറിയുമ്പോൾ എന്തൊരു സമാധാനമാണ് നമുക്ക്. ഇത് വെറും ആരോഗ്യ രംഗത്തുള്ള ഉദാഹരണമാണെങ്കിൽ ആത്മീയ രംഗത്തേക്കൊന്ന് കടന്നു പോവുക. നമ്മുടെ കാര്യം എന്താണ്? ആത്മീയ രോഗത്തെ, ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയുക പോലും ഇല്ല. ആത്മീയമായി കൽബിന്റെ ഗുണങ്ങളെക്കുറിച്ച്, കൽബിന്റെ വളർച്ചയെക്കുറിച്ച്, കൽബിന്റെ അവസ്ഥയെക്കുറിച്ച് അതറിയണമെങ്കിൽ അർബാബുൽ ഖുലൂബുമായി ബന്ധപ്പെടണം. മിൻ ത്വബീബിൻ ഹാദിഖിൻ ദാഅൽ ഫുആദ്. സയ്യിദി ഉമറുൽ ഖാഹിരി തങ്ങൾ പറഞ്ഞതുപോലെ ഹാദിഖിൻ ദാഅൽ ഫുആദ്, ചിത്തരോഗങ്ങൾക്ക് ചികിത്സ നടത്താൻ പറ്റുന്ന അർബാബുൽ ഖുലൂബുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോടുള്ള സഹവാസത്തിലൂടെ വളർത്തിയെടുക്കേണ്ട ആധ്യാത്മിക ഗുണങ്ങളാണ് കൽബിയായ ഉയർച്ചകൾ. അതാണ് ഈമാനിക തലം. ഇസ്ലാമിക തലം എല്ലാവർക്കും അറിയാം, ഈമാനിക തലം പേര് തന്നെ അറിയില്ല. ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് കൽബിയായ ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ അത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? 2 or 3 പഠിച്ചാൽ പോരാ, 50 എണ്ണം പേര് പറഞ്ഞ് വേഗം നമുക്ക് നീങ്ങാം. പക്ഷെ ഇതൊന്നും പഠിക്കാനുള്ളതല്ല, പകർത്താനുള്ളതാണ്. ഇത് ലഭിക്കാൻ എവിടെ പോകണം? മരുന്ന് വെച്ച് കെട്ടിത്തരുന്ന ഒരു വൈദ്യന്റെ അടുത്ത് പോയാൽ ശരീരത്തിന്റെ ബാഹ്യമേനിയിലെ അദ്ദേഹം മരുന്ന് വെച്ച് കെട്ടിത്തരൂ. മറിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഒരാളുടെ അടുത്ത് പോയെങ്കിലേ, ഒരു സർജറിക്ക് വിധേയനാകുമ്പോഴേ ആന്തരികമായ കുഴപ്പങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയൂ. എങ്കിൽ ഖത്ലുൻ നഫ്സ് അൽ അമ്മാറ, അന്നുഫൂസുകൾ, ദുർഗുണങ്ങൾ, മാനസികമായ ക്രോധ, ലോഭ, അഹന്ത, മാത്സര്യങ്ങൾ, ഇതൊക്കെ വരുന്നത് ആന്തരികമായ രോഗങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. അസൂയയും റുജുബും ഇതൊക്കെ ഉണ്ടാകുന്നത് കൽബ് കൊണ്ടാണ്. ആ കൽബിനെ സുരക്ഷിതമായി നിലനിർത്തണമെങ്കിൽ കൽബിന് ആരോഗ്യകരമായുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പുണ്യങ്ങളെപ്പറ്റി പഠിക്കുകയെങ്കിലും വേണം. ഇത് പഠിക്കാനുള്ളതല്ല, പക്ഷേ ഇത് പ്രാക്ടിക്കലാണ്. അതിന് അത്തരം മഹാശയന്മാരായ ആളുകൾ നമ്മോട് സഹവസിക്കുമ്പോൾ, അവരുടെ കൂടെ തെർബിയത്തിന് നമ്മൾ വിധേയരാകുമ്പോൾ നമ്മുടെ കൽബ് നാം അറിയാതെ ഉണരും. ശരീരത്തിന്റെ 1000 കൊല്ലത്തെ വളർച്ചയേക്കാൾ കൽബിന്റെ ഒരു നിമിഷ നേരത്തെ ഉയർച്ചയാണ് വലുത്. ഇത് നമ്മളൊക്കെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ജീവിതത്തിലെ വ്യാപാരങ്ങൾ, ഭക്തിമാർഗങ്ങളൊക്കെ കാര്യപ്രദമാകേണ്ടതല്ലേ? ഇമാം സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിൽ, അതെ അദ്കിയയിൽ, വല റക്അത്തുൻ മിൻ ആരിഫിൻ ഹിയ അഫ്ളലു മിൻ അൽഫിഹാ മിൻ ആലിമിൻ ഫതുഖബില. ആലിമായ ഒരാള് അല്ലെങ്കിൽ ആബിദായ ഒരാള്, ഭക്തിമാർഗത്തിൽ ശരീരം കൊണ്ട് ഉയർന്ന് വളർന്ന് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടുപെടുന്ന ഒരാള്, അവര് 1000 റക്അത്ത് നമസ്കരിക്കുന്ന സ്ഥാനത്ത് ആരിഫായ ആള്, ആരിഫാരാണ്? തിബ്ബുൽ ഖുലൂബ് നേടിയെടുത്ത ആളാണ്, കൽബിന്റെ ട്രീറ്റ്മെന്റ് ലഭിച്ച ആളാണ്. അങ്ങനെ മാരിഫത്തിന്റെ മുഷാഹദയുടെ ആധ്യാത്മ സാക്ഷ്യത്തിന്റെ ബോധ്യതലത്തിലേക്ക് ഉയരുന്ന ഒരു ഗുരുമാർഗം സ്വീകരിച്ച ആളാണ് ആരിഫിന്റെ വഴി. ഇത് ഇന്നോ ഇന്നലെയോ നമ്മളാരോ പറഞ്ഞതല്ല. സയ്യിദി അഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞ അദ്കിയയിൽ, ഇത് ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട്, അവാരിഫുൽ മആരിഫിലുണ്ട്, റിസാലത്തുൽ ഖുശൈരിയിലുണ്ട്. ഇതാണ് ഖുർആനിന്റെ ഇൽമ്. ഈ ഇൽമാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഒന്നുകൂടി കൽബ് കൊണ്ട് കേൾക്കുക. ആബിദായ ഒരാള്, ഭക്തിമാർഗങ്ങളിൽ അത്യുത്സാഹം കാണിക്കുന്ന ഒരാള്, അത് ആലിമാകട്ടെ ആബിദാകട്ടെ, അയാളുടെ 1000 റക്അത്തിന്റെ സ്ഥാനത്തേക്ക് ആരിഫിന്റെ ആത്മജ്ഞാന ബോധത്തിലേക്ക് പ്രവേശിച്ച ഒരാളുടെ 1 റക്അത്ത് മതി എന്ന് സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയരാൻ ശ്രമിക്കണം. അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരാൻ വേണ്ടി നമ്മൾ ആശിക്കണം. ഈ സംസാരത്തിൽ ഈ ബോധവൽക്കരണമാണ്. പക്ഷെ അതൊന്നും
പ്രഭാഷണത്തിലൂടെ നേടാനുള്ളതല്ല, സാക്ഷാത്കരിക്കണം. വഴിയെ അള്ളാഹു തുറന്നു തരണം. ഇന്ന് നമുക്ക് ഹ്രസ്വമായ ഈ സമയം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഈ 50ഓളം സാങ്കേതിക പദങ്ങൾ മാത്രം പറയാം. നമ്മുടെ ആത്മീയമായ ഒരു സൗഹൃദ വലയത്തിൽ ഏകദേശം 300ഓളം ബിരുദധാരികളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആ വേദിയിൽ വെച്ച് ഈ വിനീതം പറഞ്ഞു, ശരീരത്തിന്റെ കർമ്മങ്ങൾ എണ്ണി പറയുക. സദസ് മുഴുവൻ എണ്ണി പറഞ്ഞു. നിസ്കാരവും നോമ്പും ഹജ്ജും മയ്യിത്ത് പരിപാലനവും. തുടർന്ന് അടുത്ത ചോദ്യം, ഖൽബ് കൊണ്ടുള്ള പുണ്യങ്ങൾ, ഭാവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത് എണ്ണി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ബിരുദധാരികളായ പണ്ഡിതന്മാർ പോലും പകച്ചു നിന്നുപോയി. 3, 4, 5 കാര്യങ്ങളൊക്കെ എണ്ണി പറയാൻ ശ്രമിച്ചു എല്ലാവരും. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആധ്യാത്മ ഗുരുനാഥന്റെ ഒരു പ്രസംഗം മനസ്സിലേക്ക് വന്നത്. 50ലധികം ഭാവങ്ങൾ ഖൽബിന് ആധ്യാത്മികമായ അത്യുന്നതിക്ക് ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വേഗം അങ്ങ് പോകാം. ഖൽബ് കൊണ്ടുള്ള ഭാവങ്ങൾ, പുണ്യങ്ങൾ. വീണ്ടും പറയുന്നു, ഖൽബ് കൊണ്ടുള്ള കർമ്മങ്ങളല്ല. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബഅന വതാബിഅൻ ലാ തഅദില. അദ്കിയയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവ്യങ്ങൾ, മഖാലുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അത് ശാരീരിക മേഖലയാണ്. എന്നാൽ ആദ്യം പറഞ്ഞത് ഫീ ഹാലിഹി, ആദരവായ റസൂലുള്ളാഹിയുടെ ഭാവങ്ങൾ, അത് ഖൽബിയാണ്. അത് പക്ഷെ അതുപോലെ പുലരാനും പുലർത്താനും സാധാരണഗതിയിൽ നമുക്കാർക്കും കഴിയില്ല. അത് ഉയർന്നവരുടെ മേഖലയാണ്. പരിശുദ്ധ ഖുർആനിൽ 50ഓളം ഖൽബിയായ ഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ പണ്ഡിതന്മാർ പോലും അത്ഭുതപ്പെടുകയാണ്. നമുക്ക് എണ്ണി പറയാം. പരിശുദ്ധ ഖുർആനിലേക്കുള്ള സൂചനയും പറയാം. ഒന്ന്, അൽ ഈമാൻ, മൊത്തത്തിലുള്ള പേരാണ്. അൽ ഈമാനു ബില്ലാഹി, അൽ ഈമാനു ബിർ റുസുൽ, അൽ ഈമാനു ബിൽ മലായിക, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. അൽ ഈമാൻ സൂറത്തുൽ മുജാദല 22-ൽ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആല നിശ്ചയിച്ച് സ്ഥാപിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ആമീൻ. 2, അൽ ഇഖ്ലാസ്. ഓരോന്നും മണിക്കൂറുകളായി വിസ്തരിക്കണം. അൽ ഇഖ്ലാസ്, നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ സ്വഭാവം. ആത്മം അർത്ഥം തേടുന്ന അവസ്ഥ, നിസ്വാർത്ഥം. ഭൗതികമായോ പാരത്രികമായോ ഒരു മോഹവുമില്ലാതെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം കാക്ഷിക്കുന്ന പണിക്കാണ്, കർമ്മങ്ങൾക്കാണ് നിസ്വാർത്ഥം എന്ന് പറയുക. അതാണ് ആത്മാർത്ഥത, ആത്മാവിനെ അന്വേഷിച്ചുകൊണ്ടുള്ള മുന്നേറ്റം. അതിന് അൽ ഇഖ്ലാസ്. ഇമാം ഗസാലിയെ പോലുള്ളവരൊക്കെ ഇതിൽപ്പെട്ട ഓരോ ആധ്യാത്മ ഭാവങ്ങളെപ്പറ്റിയും സുദീർഘമായി ഉപന്യസിച്ചിട്ടുണ്ട്. അൽ ഇഖ്ലാസ് ഖുർആനിൽ കുറേ ഉണ്ട്. മുഖ്ലിസീന ലഹുദ്ദീൻ, സൂറത്തുൽ ബയ്യിന 5. ഇവിടെ ഈ ഭാവങ്ങളൊക്കെ നമ്മുടെ പ്രയത്നത്തിലൂടെ വളർത്തിയെടുക്കാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ ഔദാര്യ സമ്മാനദാനമായി ലഭിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് അൽ മുഖ്ലിസൂൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അൽ മുഖ്ലസൂൻ എന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവര് അൽ മുഖ്ലസൂൻ ആയി മാറും. അവരാണ് പ്രവാചകന്മാര്, മശായിഖന്മാര്. നമ്മളൊക്കെ ശുദ്ധി ചെയ്യുന്നവരും ശുചിത്വം നേടുന്നവരുമാണ്, അൽ മുതത്തഹിറൂൻ. എന്നാൽ അൽ മുത്തഹറൂൻ, അള്ളാഹുവിനാൽ ശുദ്ധീകരണം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇഖ്ലാസിന്റെ കാര്യം പറയുമ്പോൾ ഖുർആനിൽ തന്നെ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അത് സ്വപരിശ്രമങ്ങളിലൂടെ ഇഖ്ലാസ് നേടിയെടുക്കുന്നതിലും അപ്പുറം അല്ലാഹു തആല സമ്മാനദാനമായി നൽകുന്ന അവസ്ഥയാണ്.
ഗുരുമാർഗങ്ങളിലൂടെയൊക്കെ ആത്മാർത്ഥമായി മുന്നേറുമ്പോൾ ഇഖ്ലാസിന്റെ അളവും വളർച്ചയും ഉയർന്നു കിട്ടും. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കൽ മുഖ്ലിസീന വമാ ഇബാദിക്കൽ മുഖ്ലിസീൻ അല്ലാഹുമ്മ ആമീൻ. 3 അത്തവക്കുൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. വഅലല്ലാഹി ഫതവക്കലൂ. അൽ മാഇദ 23. അത്തവക്കുൽ സത്യത്തിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. ഇത് പറഞ്ഞു പോകാനുള്ളതല്ല. ഈ ഒരവസ്ഥക്ക് തന്നെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. അത്തവക്കുൽ എന്നത് കോമണായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ മാനസികാവസ്ഥക്ക് പറയുന്ന പേരാണ്. തവക്കുലുള്ളവരായി മാറുക, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എന്നാൽ അതിൽ നിന്ന് ഉയർന്ന തലമാണ് വീണ്ടും സൂറത്തു ഗാഫിറിൽ 44-ാം വചനം അത്തഫ്വീള്. ഖുർആൻ പറയുന്നു വഉഫവ്വിളു അംരി ഇലല്ലാഹ്. അത്തവക്കുൽ എന്ന് സാധാരണ പറയുന്നതിന്റെ എത്രയോ മുകളിലാണ് അത്തഫ്വീള്. അത് ഖൽബിയായ ഒരു ഭാവമാണ്, ഒരവസ്ഥയാണ്. അത്തഫ്വീള് ലഭിച്ചാൽ അതൊരു വലിയ കടാക്ഷത്തിന്റെ വഴിയാണ്. നമ്പർ 5 അത്തസ്ലീം. തവക്കുലിന്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളായിട്ടാണ് നമ്മുടെ ഗുരുനാഥന്മാര് അത്തവക്കുല് കുറച്ചുകൂടി ഉയരുമ്പോൾ അത്തഫ്വീളാവും. എന്നാൽ പരമമായ അവസ്ഥയിൽ ഉയരുമ്പോൾ അത്തസ്ലീം, സമർപ്പണം എന്ന് നമുക്ക് അർത്ഥം പറയാം. സൂറത്തു നിസാഇലെ 65 വയുസല്ലിമൂ തസ്ലീമാ. അതാണ് അത്തസ്ലീം. അതാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒക്കെ ഭാവം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിഭാഷയിലൂടെ ഒഴുക്കം മട്ടിൽ അർത്ഥം വെച്ചാൽ ഇബ്രാഹിമിനോട് തന്റെ നാഥൻ പറഞ്ഞു താൻ മുസ്ലിം ആവുക. അവിടെ അത്തസ്ലീം എന്ന വിധാനത്തിലേക്ക് സയ്യിദന ഇബ്രാഹിമിനെ അല്ലാഹു തആല ഉയർത്തുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകൈക രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ തസ്ലീമിലേക്ക് ഉയർന്നു. അത്തവക്കുൽ എന്ന് പറയുന്ന ആധ്യാത്മഭാവം ഖൽബിന്റെ വലിയ ഉയർച്ചയാണ്. അത് നമ്മളൊക്കെ പറയാറുണ്ട്, തവക്കൽതു അലല്ലാഹ്. തൃശ്ശൂർ എവിടെയോ ഒരു ശ്മശാനത്തിൽ പോയപ്പോൾ ഖബറിന്റെ നിശാനുമ്മൽ എഴുതി വെച്ചിരിക്കുന്നു തവക്കൽതു അലല്ലാഹ്. അതിന്റെ അർത്ഥം ബാപ്പാനെ അള്ളാനെ ഏൽപ്പിച്ചു എന്നാണ് അവരുദ്ദേശിച്ചത്. അത്തവക്കുലിന്റെ ഉയർന്ന മാനമാണ് അത്തഫ്വീള്. അതിന്റെയും ഉയർന്ന തലമാണ് അത്തസ്ലീം. വയുസല്ലിമു തസ്ലീമ. അത് അള്ളാഹുവിനോട് സമർപ്പണം വേണം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമർപ്പണം വേണം. ആ തസ്ലീം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങളിൽ പോലും ബന്ധിതരാവില്ല. രോഗങ്ങൾക്ക് ചികിത്സ നടത്തുകയും റിസൾട്ട് അള്ളാഹുവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന തവക്കുലാണ് ഒരു സാധാരണ ഇസ്ലാമിക വിധാനത്തിൽ. എന്നാൽ ചികിത്സ പോലും തേടാൻ ആഗ്രഹിക്കാതെ ഉയരുന്നവരുണ്ട്. അവർ ചികിത്സിക്കുകയില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ലളിതമായ മന്ത്രം, അതിലേറ്റവും ലളിതമായ ചികിത്സയാണ്. ആ ചികിത്സയിലെ മന്ത്രത്തിന് പോലും അവർ പോവുകയില്ല എന്ന് സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഉയർന്ന ഒരു വിഭാഗം സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ ഇസ്ലാമിക മർത്തബയിലുള്ളവർക്ക് ബാധകമല്ല. നമ്മൾ ചികിത്സിക്കും വേണം, തവക്കുലാക്കും വേണം. എന്നാൽ തഫ്വീളിലേക്ക് എത്തിയവര് കാര്യകാരണ വഴികളൊന്നും അത്ര ആലോചിക്കൂല. ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി. സയ്യിദന ഇബ്രാഹിമിന്റെ നയപ്രഖ്യാപനാണത്. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു എന്നാ, വല്ല സഹായവും വേണോ ഇബ്രാഹിം? അപ്പോൾ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായി, ആധ്യാത്മ ഗുരുനാഥന്മാർക്ക് ഇത്തരം ഇൽമൊക്കെ കിട്ടൂ, അത് നിവേദനങ്ങൾ നോക്കിയാൽ കാണില്ല. സയ്യിദന ഇബ്രാഹിം അവിടെ വെച്ച് പറഞ്ഞത് എന്താണ്? അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആധ്യാത്മിക വിധാനത്തെ പ്രാപിച്ചയാളല്ലേ. പ്രിയപ്പെട്ട ജിബ്രീൽ, സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അതിന്റെ ആവശ്യം എനിക്ക് ഏതായാലും ഇല്ല. ഇനി എന്റെ റബ്ബായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണോ? ഇൽമുഹു ബിഹാലി
യുഗ്നി അൻ സുആലി, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നന്നായി അറിയുന്ന അള്ളാഹു എന്റെ അവസ്ഥ കാണുന്നവനാണ്, അറിയുന്നവനാണ്. പിന്നെ ഞാൻ എന്തിനു ചോദിക്കണം? അതായത് ചോദ്യം പോലും ഇല്ലാത്ത അവസ്ഥ, ചികിത്സ പോലും ഇല്ലാത്ത അവസ്ഥ. ഇതാണ് അത്തസ്ലീം. അത് നബിയോടും വേണം, അള്ളാഹുവിനോടും വേണം, ഉത്തരവാദിത്തപ്പെട്ടവരോട് വേണം എന്നർത്ഥം. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വസല്ലിമൂ തസ്ലീമാ, അതിന് സലാമും വർദ്ധിപ്പിക്കുക എന്ന അർത്ഥം വെച്ച് പോയാൽ പരിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ള പുനർവായന അത്യാവശ്യമാണ്. സല്ലു അലൈഹി വസല്ലിമു എന്ന് പറഞ്ഞാൽ പോരെ? വസല്ലിമു തസ്ലീമൻ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടാണല്ലോ ആ പരാമർശം. അത്തസ്ലീം, ഉയരണം, നമുക്ക് വിധാനങ്ങൾ താണ്ടിക്കടക്കണം, ഉയർന്ന പടവുകളിലേക്ക് ഉത്സാഹിച്ച് മുന്നേറണം. 5 പറഞ്ഞത്. 6 അർരിളാ, ഇത് ശരീരം കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. അർരിളാ, തൃപ്തി, അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും തൃപ്തി, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലെല്ലാം തൃപ്തി. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, സൂറത്തുൽ മാഇദ 119. വറളൂ അൻഹു, അള്ളാഹുവിനെ അവര് തൃപ്തിപ്പെട്ടു. പരാതിയില്ല, പരിഭവമില്ല. ഏതവസ്ഥയിലും അള്ളാഹു നൽകുന്നതിനെ തൃപ്തിപ്പെടുന്ന ആളുകൾ. നമ്പർ 7 അസ്വബർ. അസ്വബർ, സഹനം, ക്ഷമ. ഇത് ശരീരം കൊണ്ടല്ലല്ലോ, കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ഒന്നും അല്ലല്ലോ ക്ഷമിക്കല്. ക്ഷമിക്കല് ഖൽബ് കൊണ്ടാണ്. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്ന സഹനം, ക്ഷമ, പരാതിയും പരിഭവവും ഇല്ലാതെ അള്ളാഹുവിൽ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ക്ഷമ കൈക്കൊള്ളുന്ന അവസ്ഥ. ആലു ഇമ്രാൻ 146. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. നമ്പർ 8 അൽ ഖുശൂഅ്. അതും എല്ലാവർക്കും അറിയാം, പക്ഷെ അൽ ഖുശൂഅ് എന്താണെന്ന് പലർക്കും അറിയില്ല. ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ചില നടപടിക്രമങ്ങളാണ് ഖുശൂഅ് എന്നാണ് ചിലരൊക്കെ മനസ്സിലാക്കിയത്. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഖൽബ് ഖുശൂഇൽ എത്തിയാൽ അവന്റെ അവയവങ്ങൾ ശാന്തമാകുമെന്ന്. ഖൽബിന് ഖുശൂഅ് ഉള്ളതിന്റെ നിദർശനമാണ് ശാരീരിക അവയവങ്ങളുടെ ശാന്തത. ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. നിസ്കാരത്തിൽ ഖുശൂഅ് വേണം, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അത്. പക്ഷേ ഷർത്ത് ഫർളുകൾ എന്ന മര്യാദകൾ പരിപാലിച്ചാൽ മാത്രം കിട്ടുകയില്ല. അൽ ഖുശൂഇലേക്ക് ഉയരണമെങ്കിൽ അൽ ഖുശൂഇലേക്ക് പ്രാക്ടിക്കലി ഉയർന്നിട്ടുള്ള മഹാന്മാർ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും, തർബിയത്തിന്റെ ഭാഗമായി. അൽ ഖുശൂഅ്, ഖുർആൻ പറയുന്നു, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അൽ മുഅ്മിനൂൻ 2. മറ്റൊന്ന് ഖുർആൻ പറയുന്നു, നമ്പർ 9 അൽ ഖുദൂഅ്. അതിനും നമ്മുടെ പരിപാടി എന്താണ്? മതപാണ്ഡിത്യമുള്ളവർ പോലും ഖുർആനിൽ ഓരോ ആയത്ത് ഓതുമ്പോൾ എല്ലാം പര്യായങ്ങളാണ്, മുത്തറാദിഫുകളാണ്, ഒരേ അർത്ഥം തന്നെയാണ്. ചിലരൊക്കെ മലയാളം നല്ലപോലെ പ്രാവീണ്യമുള്ളവർ അൽ ഖുശൂഅ് ഭയഭക്തി, അൽ ഖുദൂഅ് വിനയാന്വിതമായ അവസ്ഥ. അങ്ങനെയൊന്നും പോരാ. ഇത് ഖുർആനിലെ വിശുദ്ധമായ സാങ്കേതിക പ്രയോഗങ്ങളാണ്. അതിന്റെ നിർവചനം പഠിക്കണം. അൽ ഖുദൂഅ് ഉയർന്ന ഒരവസ്ഥയാണ്. അത് ഖൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ അവർ കേൾക്കുകയില്ല, ലോകത്തെ അവർ കാണുകയില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ. നമുക്കൊരു പരിപാടിയുണ്ട്. അർത്ഥവും വ്യാഖ്യാനവും ഒന്നും കഴിയാത്ത ഒരു ആയത്തോ ഹദീസോ വന്നാൽ അതൊക്കെ ആഖിറത്തിൽ വെച്ചാണ്, അതൊക്കെ പരലോകത്ത് വെച്ചാണ് എന്ന ഒരൊറ്റ പറച്ചില. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, അർറഹ്മാന്റെ തജല്ലി കൽബകത്തിൽ പ്രകാശിച്ച് തിളങ്ങിയാൽ മറ്റൊരു ശബ്ദത്തിനും വിധേയരാവില്ല.
മറ്റൊരഭിപ്രായത്തിനും പോകില്ല. അൽ ഖുളൂ, സൂറത്ത് ത്വാഹ 108. 10 അൽ ഖുനൂത്ത്. ഇത് വലിയ ഒരു പുണ്യമാണ്. നമുക്ക് സുബഹിയിലെ പ്രാർത്ഥനയായ ഖുനൂത്തിനെ പറ്റി അറിയൂ. വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ഖുർആനിൽ പറഞ്ഞ ഖുനൂത്ത്, ശാന്തി എന്ന് തന്നെ മലയാളത്തിൽ അർത്ഥം വെക്കാൻ കഴിയും. അടക്കം എന്ന് വെക്കാം, ഒതുക്കം എന്ന് വെക്കാം. അത് ശരീരത്തിന്റെ അടക്കവും ഒതുക്കവും മാത്രമല്ല, കൽബടങ്ങണം, അള്ളാഹുവിൽ ഒതുങ്ങണം കൽബ്. വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, സൂറത്തുൽ അഹ്സാബ് 35. 11 അൽ ഇനാബ. ഇതുവരെ പറഞ്ഞ 10 ഖുർആനുമായി ചെറിയ ബന്ധമുള്ള പണ്ഡിതന്മാർക്കൊക്കെ പറയാൻ കഴിയും. ഇനി 40 ബാക്കിയാണ്. പഠിക്കുക നമ്മൾ. ഓരോന്നും നമുക്ക് ഉയരാനുള്ള വഴികളാണ്. അൽ ഇനാബ. ഖുർആൻ പറയുന്നു, സൂറത്തു സുമർ 54, വ അനീബൂ ഇലാ റബ്ബിക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിച്ചേരുക. ഖുർആൻ പറയുന്നുണ്ട് അത്. ആ അൽ ഇനാബത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് എത്തിച്ചേർന്ന മഹാത്മാക്കളോ അവരാണ് മശായിഖുമാര്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ. മശായിഖന്മാരെ സ്വീകരിക്കാൻ ഖുർആനിൽ പറഞ്ഞ 20-ലധികം വചനങ്ങൾ നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ. എന്നിലേക്ക് അൽ ഇനാബത്ത് ലഭിച്ച മഹാന്മാരുടെ സബീലിനെ നീ പിന്തുടരുക. ഇതാണ് അൽ ഇനാബത്ത്. വ അനീബു ഇലാ റബ്ബിക്കും. 12 അൽ ഔബ. ഖുർആൻ 30 വോള്യവും ജുസുഉം മനപ്പാടാക്കിയവർ അൽ ഔബ. അതെ, ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാരുടെ ആധ്യാത്മികമായ അവസ്ഥയാണത്. ഇന്നഹു അവ്വാബ്. സയ്യിദന സുലൈമാൻ അലൈഹിസ്സലാമിനെ പറ്റി, ഇന്നഹു അവ്വാബ്. ലോകഭരണം മുഴുവൻ കൈകളിലുണ്ട്, കൊട്ടാരങ്ങളും പത്രാസുകളും ഉണ്ട്. പക്ഷേ സയ്യിദന സുലൈമാൻ, ഖുർആൻ പറയുന്നു, ഇന്നഹു അവ്വാബ് നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അതെ, ആധ്യാത്മികമായി കൽബ് തെളിഞ്ഞ ആളുകളുടെ കയ്യിൽ കൊട്ടാരവും കാറും ഭൗതിക സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിലും അവരതിലൊന്നും കുടുങ്ങി പോകാതെ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, സൂറത്തു സ്വാദ് 17. അൽ ഔബ എന്നാണ് നമ്മുടെ ഗുരുനാഥൻ അതിന് അറബി ടേമായി പറഞ്ഞത്. മറ്റൊന്ന് 13 അൽ ഖൗഫ്. വഖാഫൂനി, ആലു ഇംറാൻ 175. ഫലാ തഖാഫൂഹും വഖാഫൂനി. എന്നെ ഭയപ്പെടുവീൻ. ഇവിടെ ഈ ഭയം പലപ്പോഴും പ്രസംഗിച്ച് നാം തെറ്റായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക്. അള്ളാഹുവിനോട് വേണ്ട ഭാവം മഹബത്താണ്, സ്നേഹമാണ്, പ്രണയമാണ്. പിന്നെ ഖൗഫ് എന്ന് പറഞ്ഞത് ഏതാണ്? അൽ ഖൗഫു മിൻ അത്ബിൽ ഹബീബി വലാ തഖൗഫൻ മിൻ റദാ. അല്ലാഹു തആല നമ്മെ ഓരോ അവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. ഈമാനികമായി, ഇസ്ലാമികമായി നല്ല ഒരു അവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് നമ്മോടുള്ള കണ്ടീഷൻ ഇപ്പോൾ നല്ല ഒരു കണ്ടീഷനാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ഭയമാണ്. ഒരൽപ്പം പോലും എൻ്റെ കൽബ് അള്ളാഹുവിൽ നിന്ന് മടങ്ങിപ്പോകരുത്, മറ്റൊരു വഴിക്കുമായി പോകരുത്, അത് വന്നു പോകുമോ എന്ന ഭയമാണ് അൽ ഖൗഫ്. 14 അൽ ഖശ്യത്തു. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അൽ ഖശ്യത്ത്, സൂറത്തു ഫാത്തിർ 28. ഖശ്യത്തും ഖൗഫും വ്യത്യസ്ത അർത്ഥങ്ങളുള്ളതാണ്. അത് നമുക്ക് വിശദീകരിച്ച് പിന്നെ പഠിക്കണം, ഗുരുമുഖത്ത് വെച്ച് പഠിക്കണം നമുക്കത്. 15 ഖുർആൻ പറയുന്നു അർ റജാ. അൽ ഖൗഫിന്റെ ഓപ്പോസിറ്റാണ് അർ റജാ. അൽ മുഅ്മിനു അൽ അബ്ദു ബൈനൽ ഖൗഫി വർ റജാ, പ്രത്യാശ. വയർജൂന റഹ്മതഹു, ഖുർആൻ സൂറത്തുൽ ഇസ്രാ 57. അൽ മഹബ്ബ, നമ്മൾ 16ാമത്തെ സ്ഥാനത്താണ് അൽ മഹബത്തിനെ വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? അൽ മഹബത്ത് ഉണ്ടാകണമെങ്കിൽ അത് ശരിയായി
സ്വാംശീകരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഭാവങ്ങളിലൊക്കെ ഉയരണം. അൽ ഹുബ്ബ്, ഹുബ്ബുല്ലാഹി വ റസൂലി, അതിന്റെ ഭാഗമാണ് അഹ്ലുൽ ബൈത്തിനെ ഹുബ്ബ് ചെയ്യൽ. അത് അള്ളാഹുവിനെ ഹുബ്ബ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്, മറ്റൊന്നല്ല. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും മിൻ നിഅമിഹി, അള്ളാഹുവിനെ നിങ്ങൾ ഹുബ്ബ് ചെയ്യണം. അത് ദാത്തിയായ ഗുണങ്ങളുടെ ഉടമക്കാരൻ അള്ളാഹുവാണ്. എന്നാൽ വഅഹിബ്ബൂനി ലിഹുബ്ബില്ലാഹി, അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ മഹബത്തിന്റെ ഭാഗമായി നിങ്ങൾ എന്നെയും മഹബത്ത് ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവസാനിക്കില്ല. വഅഹിബ്ബൂ അഹ്ല ബൈത്തി ലിഹുബ്ബി, എന്നോടുള്ള ഹുബ്ബ് മാനിച്ച് നിങ്ങൾ എൻ്റെ അഹ്ലുൽ ബൈത്തിനെ, ആധ്യാത്മികമായ താവഴി ലഭിച്ച അസ്റാറുകൾ അൻവാറുകൾ ഏറുന്ന മഹാന്മാർ അഹ്ലുൽ ബൈത്ത്, എന്നോടുള്ള പ്രേമത്തിന്റെ പേരിൽ അവരെയും നിങ്ങൾ ഹുബ്ബ് ചെയ്യണം. അപ്പൊ അൽ മഹബത്ത് അതിലേറ്റവും ഉയർന്ന ഒരു വിഭാഗമാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സൂറത്തുൽ ബഖറ 165. ഈ ടേമുകൾക്കൊക്കെ ഖുർആനിൽ പല സ്ഥലത്ത് പരാവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരൊറ്റ ആയത്ത് മാത്രം സൂചിപ്പിക്കുന്നു, പഠിതാക്കൾ മുന്നേറുക. മറ്റൊന്നാണ് 17 അത്തഅളീം, സൂറത്തുൽ ഹജ്ജ് 32. വമൻ യുഅള്ളിം ശാഇറല്ലാഹി, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങൾ പ്രകൃതിയിലുണ്ട്. മഹാത്മാക്കളാണ് ഏറ്റവും വലിയ ഷാഇറുല്ലാഹി. അവരാണ് അള്ളാഹുവിലേക്ക് കൽബ് കൊണ്ടും നാവ് കൊണ്ടും സംസാരം കൊണ്ടും നമുക്ക് വിരൽ ചൂണ്ടിത്തരുന്നത്. അത്തരം മഹാന്മാരോടുള്ള തഅളീം, വമൻ യുഅള്ളിം ഷാഇറല്ലാഹ്, മക്കയും മദീനയും അറഫയും മുസ്ദലിഫയും ഒക്കെ ഷാഇറുല്ലാഹിയാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ഷഈറത്താണ്, അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടുന്ന സ്വഹാബത്ത് ഷാഇറുല്ലാഹിയാണ്. അൽ ഔലിയാ സ്വാലിഹൂൻ ഷാഇറുല്ലാഹിയാണ്. അവയെ ആദരിക്കണമെന്നല്ല ഖുർആൻ പറഞ്ഞത്, ആദരിച്ചേ പറ്റൂ. വമൻ യുഅള്ളിം ഷാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇവിടെ എന്തു വന്നു? കൽബിന്റെ തഖ്വയാണ്, ശരീരം കൊണ്ടുള്ള തഖ്വയാണ് നോമ്പ്. എന്നാൽ ആ നോമ്പ് ഉയർന്നാൽ എവിടെ എത്തും? ലഅല്ലക്കും തത്തഖൂൻ, കൽബിന്റെ തഖ്വയിലേക്ക് വളരും. 18 അദ്ദുല്ലു ലില്ലാഹി, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കുക. ഇത് പറഞ്ഞു പോകാനേ നമുക്ക് കഴിയൂ. ആ വിനയഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സൂറത്തുൽ മാഇദ 54. 19 പൊതുവായിട്ടുള്ള പരിപാടി അത്തഖ്വാ. അതെവിടെയാണ്? ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, കൽബിലേക്ക്, നെഞ്ചകത്തേക്ക്. നെഞ്ചകത്തുള്ള കൽബ് എന്ന് പറയുന്നതും ഒരു പ്രതീകാണ്, അല്ലാതെ ശരീരത്തിലുള്ള ഹാർട്ട് എന്ന അവയവം അല്ലല്ലോ അൽ കൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയാണ് അത്തഖ്വാ ഹാഹുനാ, അതാണ് മിൻ തഖ്വൽ ഖുലൂബ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, സൂറത്തുൽ ഹുജുറാത്ത് 13. 20 അശ്ശുക്ർ. അശ്ശുക്ർ, ഈ അശ്ശുക്ർ കൽബിൽ വിരിയുമ്പോഴാണ് ശരീരം ശുക്റിന്റെ കർമ്മങ്ങൾ ചെയ്യുക. ശുക്ർ എന്ന നന്ദി അത് പ്രകടിപ്പിക്കേണ്ടത് പണം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തന്നെയാണ്. അതെവിടെയാണ് ഉണ്ടാകേണ്ടത്? കൽബിലാണ്. അശ്ശുക്ർ ലഇൻ ശകർതും ലഅസീദന്നകും, സൂറത്ത് ഇബ്രാഹിം 7. അദ്ദിക്ർ, അദ്ദിക്ർ നാവ് കൊണ്ടുള്ളതുണ്ട്, ദിക്റുൽ ഖുലൂബ്, ദിക്റുൽ ഖൽബ്. അല്ലാഹുമ്മ ആമീൻ. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നടന്നും ഇരുന്നും കിടന്നും ദിക്ർ നടത്തുന്നവരെന്ന് അർത്ഥം വെച്ച് പോയാൽ പോരാ. ദിക്റുൽ ഖൽബിലേക്ക് ഉയരുന്നവർ. മൻ ദക്കറനീ ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ആലു ഇംറാൻ 191. 22 അൽ മുറാഖബ, അല്ലാഹു കാണുന്നു, അറിയുന്നു, നിരീക്ഷിക്കുന്നു എന്ന ബോധതലത്തിൽ ഉണരുക. അലം യഅലം
ബിഅന്ന അല്ലാഹ യറാ. അല്ലാഹുമ്മ ആമീൻ. സൂറത്തുൽ അലഖ് 14. 23 അൽ ഹയാഉ മിനൽ ഈമാൻ. അത് ഈമാനിക ഭാവത്തിലാണ്. അൽ ഹയാ ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. അൽ അഹ്സാബ് 53. അൽ ഹയാ ഈമാനിന്റെ വലിയ ഒരു ഭാഗമാണ്. അതിന് ലജ്ജ എന്നർത്ഥം വെച്ചാൽ മതിയോ? ഭാഷ പരിമിതമാണ്. 24 അസ്വിദ്ഖ്. അസ്വിദ്ഖിൽ നിന്ന് ഉയർന്നതാണ് അസ്സിദ്ദീഖ്. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു കത്രിക ഉണ്ടായിരുന്നു. ആ കത്രിക കൊണ്ട് വെട്ടി ഒപ്പിച്ചെടുത്ത് കുറെ സിദ്ദീഖുകളെ ഉണ്ടാക്കി. അതാണ് അല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. പ്രിയപ്പെട്ട ഗുരുനാഥൻ അത് പറഞ്ഞപ്പോഴാണ് ആ വചനത്തിന്റെ അർത്ഥ സൗന്ദര്യം മനസ്സിലായത്. അല്ലദീ ജാഅ ബിസ്സിദ്ഖി സല്ലല്ലാഹു അലൈഹി വസല്ലം വസദ്ദഖ ബിഹി റളിയല്ലാഹു അൻഹു. അസ്സിദ്ഖുമായി വന്നവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സിദ്ദീഖീങ്ങളെ പരുവപ്പെടുത്തി എടുത്തു. അതാണ് അസ്സിദ്ഖ്. ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം. സൂറത്തുൽ അഹ്സാബ് 24. 25 അൽ യഖീൻ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. സൂറത്തുൽ ബഖറ 4. അൽ യഖീൻ, ഇൽമുൽ യഖീൻ, ഹഖുൽ യഖീൻ, ഐനുൽ യഖീൻ. അൽ യഖീനെ തന്നെ പരിശുദ്ധ ഖുർആൻ 3 തിരിച്ചു. ഇസ്ലാമിക ഭാവത്തിലുള്ളതാണ് സാധാരണഗതിയിലുള്ള യഖീൻ, ഇൽമുൽ യഖീൻ. ഈമാനിക തലത്തിലാണ് ഐനുൽ യഖീൻ. ഇഹ്സാനിക തലത്തിലാണ് ഹഖുൽ യഖീൻ. 25 നാം ഇവിടെ പറഞ്ഞത് അൽ യഖീൻ. ഖൽബിന്റെ അമലുകൾ 50 എണ്ണമുണ്ട്. ഖുർആനിൽ നിന്ന് മഹാനുഭാവരായ ഗുരുനാഥൻ പഠിപ്പിച്ച് പറഞ്ഞു തന്നത്. ബാക്കി 25 നമുക്കറിയണം. ഇതിൽ ഓരോ ഭാവത്തെക്കുറിച്ചും വിശദമായി അറിയണം, പഠിക്കണം. പക്ഷേ തിയറി കൊണ്ട് മാത്രം കഴിയില്ല ഇതൊന്നും. ഇത് പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഹുബ്ബ് കിട്ടിക്കിട്ടണം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ഇന്നനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബാക്കി 25 നമുക്ക് തുടർ സദസ്സിൽ ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുമ്മ ആമീൻ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖൽബുകൾ തഖ്വയിലേക്ക് ഉണരാൻ ഇതെല്ലാം അല്ലാഹു തആല വഴിവെച്ചു തരട്ടെ. ആമീൻ.